സംഘപരിവാർ എതിർക്കുന്നത് ക്രിസ്ത്യാനിറ്റിയെയല്ല, ക്രിസ്തുവിനെയല്ല, ക്രൈസ്തവ പ്രവർത്തനങ്ങളെയല്ല, മതം മാറ്റത്തെ മാത്രമാണ്. ഈ ഒറ്റ വിഷയത്തിലാണ് ക്രൈസ്തവ സഭകളും ഹൈന്ദവ സംഘടനകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം. ഞങ്ങൾ നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. 2008 ഇന്റർ റിലീജിയസ് ചർച്ചയുണ്ടായിട്ടുണ്ട്. എല്ലാ ക്രൈസ്തവ സഭയുടെ അധ്യക്ഷന്മാരുമായി ഞങ്ങൾ ഇത് സംസാരിച്ചിട്ടുണ്ട്. ബാക്കി ഒരു കാര്യം, ഞാൻ അതിന് പങ്കെടുത്ത വ്യക്തിയാണ്. ബാക്കി ഒരു കാര്യം, അന്ന് അവർ പറഞ്ഞ കാര്യം ഞങ്ങളല്ല മാറ്റുന്നത്, പെന്തക്കോസ്റ്റ് സഭകളാണ് മാറ്റുന്നത് എന്നുള്ളത്. ഇന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ബജറംഗ് ദൾ ശ്രമിച്ചാലും, ശ്രീരാം സേന ശ്രമിച്ചാലും, ഹനുമാൻ സേന ശ്രമിച്ചാലും സുവിശേഷം നിശ്ചലമാകുകയില്ല, സുവിശേഷം നിന്നുപോകുകയില്ല. സുവിശേഷത്തിന്റെ അഗ്നിനാളങ്ങൾ പടരുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഇനിയും സുവിശേഷം പ്രഘോഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഞങ്ങൾ ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ തുടരുക തന്നെ ചെയ്യും. നിങ്ങൾ പിടിച്ചു തുറുങ്കിലടിച്ചാലും, നിങ്ങൾ ഞങ്ങളെ കൊന്നുകളഞ്ഞാലും, നിങ്ങൾ ഞങ്ങളെ രക്തസാക്ഷികളാക്കിയാലും ഞങ്ങൾ അവസാനിക്കത്തില്ല. കാരണം ഞങ്ങളുടെ നാഥൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റവനാണ്. കൊന്നു തീർക്കാൻ പറ്റുന്നതല്ല ക്രിസ്തു മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ശശികല ടീച്ചറിന്റെ വിഷം തുപ്പൽ, ആ വിഷം തുപ്പൽ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവുമില്ല. ക്രിസ്തു മാർഗം വളരുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.